2 ദിവസമായി കംപ്ലൈന്റ് കൊടുത്തിട്ട് ഇതുവരെ യാതൊരു വിവരവുമില്ല. ചുറ്റുപാടുമുള്ള എല്ലാ സ്റ്റേഷനിലേക്കും വിവരം കൊടുത്തിട്ടുണ്ട്. സ്പെഷ്യൽ ഡ്യൂട്ടിയിൽ ഒരു സ്ക്വാഡ് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് മാഡം. എന്നിട്ടും ഫലമൊന്നും കാണുന്നില്ലല്ലോ സാർ. കുട്ടിയുടെ പടത്തോടെ ഒരു പരസ്യം പത്രത്തിൽ വന്നാൽ നന്നായിരിക്കും. നാളെ തന്നെ ഇത് വന്നിരിക്കും. എവിടായിരുന്നേ? ലോഡ്ജെല്ലാം കയറി ഇറങ്ങി. വീട്ടിൽ നിന്ന് പോന്നിട്ട് 2 ദിവസമായി അയൽക്കാർ പറഞ്ഞു. ഞാൻ തോന്നിയെടുത്ത് പോകും. ഭരിക്കാൻ വന്നിരിക്കുന്നു. ഞാനെന്താ തന്റെ വെപ്പാട്ടിയോ? എല്ലാരോടും കാട്ടുന്ന വിളച്ചിൽ എന്നെ അടുത്ത് ഇറക്കരുത്. വായിൽ പല്ല് കാണുകയല്ല. വരാൻ മനസ്സില്ലെങ്കിലോ? ഞാനിപ്പോ ഒരു കുടുംബമായി കഴിയുന്നു. എന്നെ എന്റെ പാട്ടിന് വിട്ടേക്ക്. എനിക്കും ചോദിക്കാനും പറയാൻ ആളുണ്ടെന്ന് കരുതിക്കോ. ഇത് 2ാമത്തെ തവണയാ നീ എനിക്ക് കുരുക്കിടുന്നത്. 2 പ്രാവശ്യവും ഞാനായിട്ട് വന്നല്ല. ഇവൾ ഇഷ്ടത്തോടെ വരികയാണെങ്കിൽ നീ കൊണ്ടുപോയിക്കും. ഇവന്റെ അടുത്ത് വർത്താനം പറഞ്ഞിരിക്കാൻ ചേട്ടന് വേറെ പണിയില്ലേ? വാ നമുക്ക് പോവാം. രാമു മറ്റുള്ളവന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തിട്ടേ ഉള്ളൂ. എന്റെ തട്ടിക്കൊണ്ടു പോവാൻ മാത്രം നീ വളർന്നോ? നിന്നെ അങ്ങനെ സൂഹിക്കാൻ വിടലടാ. അതെവിടെ? സുധാ ദേവി, മാനേജിംഗ് ഡയറക്ടർ, സുധാ ഇൻഡസ്ട്രീസ്. എന്താ കാതയുടെ എവിടുന്നാണ് കുറ്റിയും പറിച്ച്? ആരാ? എന്ത് വേണം? ഒരു ഡ്രൈവറെ വേണോന്ന് കേട്ടു, അതിന് വന്നതാ. ഡ്രൈവർ ആവശ്യമുണ്ടെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഇവിടുത്തെ ഡ്രൈവറെ ഞാനല്ലേ ആശുപത്രി കൊണ്ടാക്കിയത്. പാവത്തിന് ബോധം ഉണ്ടായിരുന്നില്ല. കമാന്നൊരു അക്ഷരം മിണ്ടാത്ത ആ പാവത്തിനും ശത്രുക്കൾ. ആരായിരുന്നാലും ചെയ്തവൻ അനുഭവിക്കും. അത് പിന്നെ പറയണോ ചേട്ടാ? പ്രവൃത്തിയുടെ ഫലം കിട്ടാണ്ടിരിക്കുവോ? ആ താൻ ഇവിടെ നില്ലേ, ഞാൻ കൊച്ചമ്മയെ വിളിക്കാം. ഇതാണ് കക്ഷി. ഇതിനു മുമ്പ് എവിടെയായിരുന്നു? ജയിൽ സൂപ്രണ്ട് കൂടെ. എന്താ ഇവിടുന്ന് പോരാൻ കാരണം? അദ്ദേഹം കാർ വിറ്റു. ഈ ജോലി തൽക്കാലത്തേക്ക് മാത്രമാണ്. ഇവിടുത്തെ ഡ്രൈവർ സുഖമായി വരുന്നവരെ. അറിയാമേ, അയാൾ വരുന്നതിന് മുമ്പ് ഞാൻ വേറെ ജോലി കണ്ടുപിടിച്ചോളാം. അമ്മാവാ, കാറിന്റെ താക്കോൽ കൊടുത്തേക്കു. ഒന്നുകൂടെ അന്വേഷിച്ചിട്ട് പോരെ മോളെ. എന്തന്വേഷിക്കാനാ? ജയിൽ സൂപ്രണ്ടിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളല്ലേ. ഇവിടെ തൽക്കാലത്തേക്കല്ലേ ഉള്ളൂ. ഡ്രൈവിംഗ് ഒക്കെ എങ്ങനെ? നന്നായി ഓടിക്കും. എന്നാലും ഒന്ന് കാണണല്ലോ. ജയിലിനകത്ത് കഴിയേണ്ടവർ ഈ നാട് ഭരിക്കുന്നു. നല്ലവർ ജയിലിൽ കിടന്ന് നരയിക്കുന്നു. ഇതിനൊരു അറുതി വരുത്താൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ നാടിന്റെ സ്വയം ഭരണം ഏറ്റെടുത്തതായി ഞാൻ പ്രഖ്യാപിച്ചുകൊള്ളുന്നു. ഈ കാലനെ കൊണ്ട് തോറ്റു. ഡോക്ടർ അടുത്ത് കൊണ്ടുവന്ന് വഴി മുങ്ങിക്കളഞ്ഞു. പാവം ജയിൽ സൂപ്രണ്ടായിരുന്നു. എന്ത് പറഞ്ഞിട്ട് എന്താ? വട്ടു വന്നാലല്ല ഒന്ന് തന്നെ. ഈ നാടിന്റെ ഭരണചക്രം ഇരിക്കുന്ന കൈകളിൽ വിലങ്ങോ? ആരെവിടെ? ഒരു ചട്ടിയിൽ എണ്ണ തിളക്കട്ടെ. ഇവരെ 2 പേരെയും ഫ്രൈ ചെയ്ത് കൊണ്ടുപോവാ. എടാടാ മക്കളെ, എന്നെ വിട്ടേരടാ. എന്നെ വിട്ടാ നിങ്ങൾക്ക് 2 പേർക്കും പ്രമോഷനാ. എന്റെ ഒരു മോൻ മന്ത്രിയാ. അപ്പം വിചാരിച്ച നാളെ കാലത്ത് നിങ്ങൾ 2 പേരും ഡോക്ടറാ. എന്തു പറയുന്നു? What you say? ഈ അടവൊക്കെ അങ്ങ് വെച്ചാലേ പ്രമോഷൻ വേണ്ടെങ്കിൽ വേണ്ട. കൈ നിറച്ച് കാശ് തന്നാലോ? എന്നെ വിടാവോ?
പറയില്ല വിടാവോന്ന്. കാശിപ്പോ കൈവശം ഉണ്ടോ? ആ, എന്നാ കാണട്ടെ. പണമെന്ന് പറഞ്ഞാൽ പിണവും വായ തുറക്കും. എന്റെ ഒരു മകൻ മന്ത്രിയാ, മനസ്സിലായില്ലേ? ഇനി ഒരുത്തൻ കയറ്റുമതി ഇറക്കുമതി, വേറൊരുത്തൻ ബ്ലേഡ് കമ്പനി. നമ്മുടെ നാട്ടിലെ പണം കായ്ക്കുന്ന മരങ്ങളാ ഇവരൊക്കെ. നിങ്ങൾ ചോദിക്കുന്ന കാശ് ഞാൻ തരാം. മിസ്റ്റർ മേനോൻ, ഇവരോട് അകത്തേക്ക് പോകും. ഇഞ്ചക്ഷൻ ചെയ്യാൻ നേഴ്സ് കാത്തു നിൽക്കുന്നു. എന്റെ പൊന്നു സാറേ, ഞാൻ ഉമ്മാരോട് പറയായിരുന്നു സമയാസമയങ്ങളിൽ മരുന്ന് കഴിക്കണം, ഇഞ്ചക്ഷൻ ചെയ്യണം, അല്ലെങ്കിൽ രോഗം കൂടുമെന്ന്. രണ്ടിനും വട്ടാ. മിസ്റ്റർ വിജയൻ, സ്വന്തം അവയവങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ തന്നെ പകുതി അസുഖം ഭേദമായെന്ന് പറയും. മിസ്റ്റർ മേനോൻ, This is smoke noise. this is Yes, ചെവി. ഓ ഇതോ It is lips, mouth, വായ, മനസ്സിലായില്ലേ? കൊള്ളാമല്ലോ. മേനോന് വളരെ ഭേദമുണ്ടല്ലോ. അതിനാണ് സാറേ തലയിൽ കിഡ്നി വേണമെന്ന് പറയുന്നത്. വാർഡിലേക്ക് കൊണ്ടു, വേഗം പോകും. Who are you? My son is a minister. What വേഗം കൊണ്ടു, bloody വേഗം കൊണ്ടു. nonsense! What bloody nonsense! No! What Francis? പാവം, നല്ലൊരു മനുഷ്യൻ. ഇത്ര ഉയർന്നിലുള്ള മക്കളുടെ എന്താ കാര്യം? ആ, ഓരോരുത്തരുടെ വിധി. മേനോന്റെ ലാത്തിയിൽ മിസ്റ്റർ വിനയന് വീണുവല്ലേ? ആ മനുഷ്യൻ കല്യാണം കഴിച്ചിട്ടേ ഇല്ല. പിന്നെ മക്കളെ കുറിച്ച് പറഞ്ഞതോ? ആ, അതാണ് മേനോന്റെ അസുഖം. ഇല്ലാത്ത ഉണ്ടെന്ന് സങ്കല്പിക്കുക, അത് യാഥാർത്ഥ്യമാണെന്ന ബോധത്തോടെ പെരുമാറുക. ഇപ്പൊ ഇന്ത്യയുടെ ഭരണാധികാരി അങ്ങേരാണെന്ന ഭാവത്തിലാണ് മേനോൻ. ഇറ്റ്സ് കൈൻഡ് ഓഫ് മാനിയ. ഇന്ന് ഷൈനിയുടെ എല്ലാ വിവരങ്ങളും എന്നോട് പറയണം, ഒന്നും ഒളിച്ചു വയ്ക്കരുത്. എന്നിട്ട് വേണം എനിക്ക് ചികിത്സ നിശ്ചയിക്കാൻ. ഓക്കെ? ശരി ഡോക്ടർ. നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് പത്രത്തിലും പരസ്യം കൊടുത്തു. ഇനിയും കാത്തിരിക്കണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഇൻസ്പെക്ടർ. ഞങ്ങളും മനുഷ്യരാണ്. ആത്മാർത്ഥമായി അന്വേഷിക്കാനല്ലാതെ അത്ഭുതങ്ങൾ കാട്ടാൻ പറ്റില്ല. അത്ഭുതങ്ങൾ നടക്കാത്ത എന്തുകൊണ്ടാണെന്ന് മനസ്സിലായി. ഇതാ ഇതെന്താണ്? തുറന്നു നോക്കാം. എന്റെ വക ഒരു ചെറിയ സമ്മാനം. പോരെങ്കിൽ പറയാം, മടിക്കണ്ട. നിങ്ങളെ ഞാൻ കുറ്റം പറയുന്നില്ല. നാടോടുമ്പോൾ നടുവ് എന്ന് പറഞ്ഞതുപോലെ കൈക്കൂലി ഇല്ലാതെ പോലീസ് സ്റ്റേഷനിൽ കാര്യങ്ങൾ നടക്കില്ല എന്ന് നിങ്ങളും ധരിച്ചിരിക്കും. പണം എനിക്കൊരു പ്രശ്നമല്ല ഇൻസ്പെക്ടർ. എനിക്ക് എന്റെ കുഞ്ഞിനോടെ തിരിച്ചു കിട്ടണം. പണം നിങ്ങൾക്കൊരു പ്രശ്നമല്ലെന്ന് എനിക്കും അറിയാം. ഈ നാട്ടിലെ വലിയ പണക്കാരി, പണം കൊടുത്ത് ആരെയും വിലയ്ക്ക് വാങ്ങാൻ കഴിവുള്ളവർ. ഒന്ന് നിങ്ങൾ മറന്നുപോയി, പണത്തിന് വില കൽപ്പിക്കാത്തവർ ഈ നാട്ടിലുണ്ടെന്ന്. ഇൻസ്പെക്ടർ, ആ പണം എടുത്ത് ബാഗിലിടൂ. കൈക്കൂലി തന്ന കുറ്റത്തിന് അറസ്റ്റ് ചെയ്ത് അകത്താക്കാൻ അറിയാഞ്ഞിട്ടല്ല, അറിയാണെന്ന് കരുതി ക്ഷമിക്കുന്നു. നിങ്ങൾക്ക് പോവാം. അന്വേഷണത്തിൽ നിന്ന് മറ്റൊന്നുകൂടി തെളിഞ്ഞിട്ടുണ്ട്. നിങ്ങളിവിടെ തന്നത് തെറ്റായ പരാതിയാണ്. ആരോ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്നായിരുന്നു നിങ്ങളുടെ പരാതി. കുട്ടിയുടെ അച്ഛന്റെ കത്താണ്. കുട്ടി അയാളുടെ കൂടെ ഉണ്ടെന്നും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കുട്ടിയെ നിങ്ങളുടെ അടുത്ത് എത്തിക്കാമെന്നും ഇവരത്തെ നിങ്ങൾക്ക് അയാൾ ഫോൺ ചെയ്തിരുന്നു. പക്ഷെ നിങ്ങളെല്ലാം മറച്ചു വെച്ചു. ആരുടെ മുമ്പിലും തോക്കാൻ പാടില്ല എന്ന വാശിയുടെ പേര്, പണം കൊണ്ട് എന്ത് നേടാമെന്ന അഹങ്കാരത്തിന്റെ പേര്. ഞാനൊരു കാര്യം പറഞ്ഞ കൊച്ചമ്മ ദേഷ്യപ്പെടരുത്. എന്താണ്? ആ ഇൻസ്പെക്ടർ പറഞ്ഞത് ഞാനും കേട്ടു. കൊച്ചമ്മ വിഷമിക്കരുത്. രശ്മിയെ കാണാതെ ഒരു നിമിഷം പോലും കഴിയാൻ എനിക്കാവുന്നില്ല രാമു. ഒരു അമ്മയുടെ ദുഃഖം അയാൾക്ക് എങ്ങനെ മനസ്സിലാവും? കൊച്ചമ്മയുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്കുമുണ്ട് പെങ്ങന്മാര്. അവരിൽ ഒരാളായിട്ടാണ് ഞാൻ കൊച്ചമ്മയെ കാണുന്നത്. കൊച്ചമ്മ ഈ കുട്ടിയെ വേണം, അത്രയല്ലേ ഉള്ളൂ. അത് ഞാനേറ്റു. നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? പോലീസിനെ കൊണ്ട് കഴിയാത്ത പലതും ചെയ്യുന്ന ചിലരെ എനിക്കറിയാം കൊച്ചമ്മേ. ശരിയെന്നൊന്ന് മൂളിയാ മതി, നാളെ കുട്ടിയെ കൊച്ചയുടെ മുന്നിലെത്തി. നീ പറയുന്നത് നേരാണെങ്കിൽ അതിനു വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ ഒരുക്കമാണ്. എത്ര ലക്ഷങ്ങൾ ചെലവായാലും
റാബിറ്റ്. ഇനി മോൾക്ക് എന്താ വേണ്ടത്? ആ വാൻ എടുക്കൂ. രണ്ട് തവണ നമ്മൾ തമ്മിൽ ഏറ്റുമുട്ടി. രണ്ട് പ്രാവശ്യവും നീ എന്നെ തോന്നിച്ചു. തവണ ഞാനും കരുതി തന്നെയാ വന്നിരിക്കുന്നത്. ഇതിന് വേണ്ട പണം തന്ന ആരാണെന്നറിയോ? വേറെ ആരുമല്ല, ഈ കൊച്ചിന്റെ അമ്മ, നിന്റെ പഴയ ഭാര്യ. ഇന്ന് ഈ കൊച്ചിനെയും കൊണ്ടേ ഞാൻ പോകും.